ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് അല്ലേ. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. It is a written acknowledgement of a debt drawn by the creditor upon his debtor. എന്താ പറയുന്നത്? ക്രെഡിറ്റർ തയ്യാറാക്കുന്ന റിട്ടേൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം അല്ലേ. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും? ഡെപ്റ്റർക്ക് കൊടുക്കും. ഇപ്പം നമുക്കൊരു കേസ് നോക്കാം. അവിടെ നോക്കുക, ഇവിടെ ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? സാധനം വാങ്ങാണ് നമ്മുടെ ഡെപ്റ്റർ. ഓക്കെ, അപ്പം സാധനം കടത്തിനാണ് വാങ്ങിയത്. ഡെപ്റ്റർ കടത്തിന് സാധനം വാങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റർക്കൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ക്രെഡിറ്റർ എന്ത് ചെയ്തു? ഒരു ബില്ല്, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാണ്. നീ എനിക്ക് ഇന്ന ദിവസം പൈസ തരണം. ഇപ്പം 12 ഡിസംബർ 12 എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റർ ഒരു ബില്ല് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഡെപ്റ്ററിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യണം? ഡെപ്റ്റർ എന്ത് ചെയ്യണം? അതിൽ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സൈൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അക്സെപ്റ്റൻസ് ഇതിവിടെ നോക്കുക, ഗുഡ്സ് സെൻഡ് ഓൺ ക്രെഡിറ്റർ. അപ്പം ക്രെഡിറ്റർ എന്ത് ചെയ്തു? ഡ്രോൺ ആൻഡ് ഗിവൺ ടു ദ ഡെപ്റ്റർ. ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. നമ്മൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിനെ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴാണോ ഡെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ബില്ലായിട്ട് മാറുക അല്ല കേട്ടോ. അപ്പം അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ്, അപ്പോഴാണത് ബില്ലാവുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഡീൽസ് ഇൻ സെക്ഷൻ 5 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ദാറ്റ് ഡയറക്റ്റ് ദ ഡെപ്റ്റർ ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺലി. എന്താ പറയുന്നത്? ഇതൊരു അൺകണ്ടീഷണൽ ഓർഡറാണ്. നീ ഇന്ന ദിവസം എനിക്ക് പൈസ തരണം, ഇത്ര രൂപ തരണം എന്ന് പറയുമ്പം അതൊരു ഓർഡറാണ്. അപ്പം ഡെപ്റ്റർ പേ ചെയ്യണം, ഇത്ര രൂപ തരണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ദാറ്റ് ഡയറക്റ്റ് ദ ഡെപ്റ്റർ ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺലി. എ ബിൽ ഷുഡ് ബി ഡ്രോൺ ഓൺ എ ജെന്യുവൻ ട്രേഡ് ട്രാൻസാക്ഷൻസ്. ജെന്യുവൻ ആയിട്ട് നടക്കുന്ന ട്രേഡ് ട്രാൻസാക്ഷൻസിനാണ് സാധാരണ ബില്ല് എഴുതാറുള്ളത്. ഇനി എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഡെപ്റ്റർ എന്ത് ചെയ്തില്ല? സൈൻ ചെയ്യുന്നതിന് മുന്നേ പറയുന്ന പേര്. ഇപ്പം ക്രെഡിറ്റർ ഉണ്ടാക്കി ഇന്ന ദിവസം പൈസ തരണം, ഇത്ര രൂപ തരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡ്രാഫ്റ്റ് എന്ന് പറയാം. എപ്പോഴാണോ ഡെപ്റ്റർ അതിൽ സൈൻ ചെയ്യുന്നത് അപ്പോഴേ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ബില്ലെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇതിലെ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം. പാർട്ടീസ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ, ഡ്രോയി, പേയി. 3 ആളുകളാണുള്ളത്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ മേക്കർ. ഇവിടെ ആരാ മേക്കർ? ക്രെഡിറ്റർ അല്ലേ. പൈസ കിട്ടാനുള്ള ആളാണ് ഇവിടെ ക്രെഡിറ്റർ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഡ്രോയി. ഡ്രോയി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആരാണോ പൈസ കൊടുക്കാനുള്ളത് അദ്ദേഹത്തിനാണ് നമുക്ക് എന്ത് പറയാം? ഡ്രോയി അല്ലെങ്കിൽ ഡെപ്റ്റർ എന്നൊക്കെ പറയാം അല്ലേ. പേയി, ആർക്കാണോ പൈസ കിട്ടുന്നത് അദ്ദേഹത്തിന് നമുക്ക് എന്ത് പറയാം? പേയി എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പം 3 പാർട്ടീസാണ് ഇതിലുള്ളത്. ഇനി ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 3 ദിവസം എക്സ്ട്രാ കൊടുക്കുന്നതല്ലേ. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആണ്. എ ബിൽ പേയബിൾ ഓൺ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് എ ബിൽ മെച്യൂർഡ്. ബില്ല് മെച്യൂറായി എന്ന് പറയുന്നത് എപ്പോഴാണോ ബില്ല് ഡ്യൂ ഡേറ്റ് ആവുന്നത് അതിന് നമുക്ക് ബിൽ മെച്യൂർഡ് എന്ന് പറയാം. ബിൽ പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് എ ബിൽ റിട്ടേർഡ്. എപ്പോഴാണ് ബില്ല് നമ്മൾ പേ ചെയ്യാണ് ഡ്യൂ ഡേറ്റിന്, ഇപ്പോൾ 12-ാം തീയതിയാണ് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10-ാം തീയതി തന്നെ പേ ചെയ്യുകയാണെ അതിന് നമുക്ക് എന്ത് പറയാം? ബില്ല് മെച്യൂർ ആവുന്നതിന് മുന്നേ പേ ചെയ്തല്ലേ. അപ്പം ബില്ല് റിട്ടേർഡ് എന്ന് പറയും. ഇനി when drawer gives discount for paying the bill before maturity or prompt payment called a rebate. എന്താ പറയുന്നത്? ഈ ഡ്രോയർ പറയാണ്, നീ ഇന്ന ദിവസം പൈസ ഇപ്പോൾ 12-ാം തീയതിയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടതെങ്കിൽ അതിന് മുന്നേ നീ അടയ്ക്കുവാണെങ്കിൽ നിനക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് റിബേറ്റ് എന്ന് പറയാം.
അപ്പം മെച്യൂരിറ്റി ആവുന്നതിന് മുന്നേ ബില്ലിൽ പേയ്മെൻറ്റ് നടത്തുവാണ്, അതിൽ ഡിസ്കൗണ്ട് തരാമെന്ന് പറയുകയാണെങ്കിൽ അതിനെ റിബേറ്റ് എന്ന് പറയാം. ഓക്കെ, ദ പ്രോസസ് ഓഫ് എൻകാഷിംഗ് ദ ബിൽ ബൈ ബാങ്ക് ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ് ഈസ് കോൾഡ് ബിൽ ഡിസ്കൗണ്ടിങ്. എന്താ പറയുന്നത്, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഡ്രോയർ അത് ക്യാഷാക്കി മാറ്റുകയെന്ന് വിചാരിച്ചോ, ഡേറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ, അതിനെ നമുക്ക് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഡ്രോയിസ് ബാങ്ക് ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് ഈസ് കോൾഡ് ഡൊമിസിലിയേഷൻ ഓഫ് ബിൽ. എന്താ പറയുന്നത്, ഡ്രോയിൻ്റെ ബാങ്ക് എന്ത് ചെയ്യാണ്, പേയ്മെൻറ്റ് നടത്തുകയാണ് മെച്യൂരിറ്റി ഡേറ്റിന്. അങ്ങനെയാണ് അതിനെ ഡൊമിസിലിയേഷൻ ഓഫ് ബില്ലെന്ന് പറയാം. ബിൽ ഡിസ്കൗണ്ടിങ് എന്താ, ഡ്രോയർ പോയിട്ട് എഴുതിയ ആൾ ഡ്രോയർ പോയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർ പോയിട്ട് എന്ത് ചെയ്യാണ്, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ബില്ല് കൊടുത്തിട്ട് പറയാണ്, ഇത് 12-ാം തീയതിയാണ് ഡേറ്റ് വരുന്നത്, പക്ഷേ എനിക്ക് അതിന് മുന്നേ കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇതൊന്ന് ക്യാഷാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അതിന് മുന്നേ തന്നെ ക്യാഷാക്കി കൊടുക്കുന്നതാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ ബിൽ ബിക്കം ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഈസ് കോൾഡ് എ ബിൽ ഡിസോണേർഡ്. നമ്മൾ ബില്ല് കൊണ്ടു ചെന്നാലും അതിൽ പേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പേയ്മെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ ബിൽ ഡിസോണേർഡ് എന്ന് പറയാം. ഓക്കെ, നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റ്. വെൻ എ ബിൽ ഡിസോണേർഡ്, ദ ഫാക്ട് ഓഫ് ഡിസോണർ ഷുഡ് ബി റെക്കോർഡഡ് ബൈ എ നോട്ടറി പബ്ലിക്. ബില്ല് ഡിസോണറായി, പേയ്മെൻറ്റ് നടന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടറി പബ്ലിക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ബൈ നോട്ടറി പബ്ലിക് ഇൻ ഹിസ് രജിസ്റ്റർ കോൾഡ് നോട്ടിംഗ്. അപ്പം നോട്ടറി പബ്ലിക് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൽ എന്തുകൊണ്ടാണ് ഇത് ബില്ല് ഡിസോണർ ആയെന്നുള്ള ഫാക്റ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് നോട്ടിംഗ് എന്ന് പറയാം. ഇനി പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൊട്ടസ്റ്റ് എന്ന് പറയാം. ഇവിടെ നോക്കാം, ആഫ്റ്റർ നോട്ടിംഗ് ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഈസ് കോൾഡ് പ്രൊട്ടസ്റ്റ്. അപ്പം ഈ നോട്ടിങ്ങിൻ്റെ റീസൺ എന്താണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ. പ്രൊട്ടസ്റ്റ് ഈസ് മാൻഡേറ്ററി ഇൻ കേസ് ഓഫ് ഫോറിൻ ബിൽ. ഫോറിൻ ബില്ലിൻ്റെ കേസിൽ പ്രൊട്ടസ്റ്റ് മാൻഡേറ്ററി ആണ്. വെൻ നോട്ടറി പബ്ലിക് ഈസ് നോട്ട് അവൈലബിൾ, ഡിസോണർ ക്യാൻ ബി സർട്ടിഫൈഡ് ബൈ എനി ഹൗസ് ഹോൾഡർ ഇൻ ദ ലൊക്കാലിറ്റി കോൾഡ് ഹൗസ് ഹോൾഡ് പ്രൊട്ടസ്റ്റ്. ഇപ്പോൾ അവിടെ ഒരു നോട്ടറി പബ്ലിക് ഇല്ല എന്ന് വിചാരിക്കുക, അവൈലബിൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡർ, ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു ഹൗസ് ഹോൾഡറെ കൊണ്ടാണ് ഇത് സർട്ടിഫൈ ചെയ്യിക്കുന്നതെങ്കിൽ അതിനെ ഹൗസ് ഹോൾഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറയാം. നോട്ടിംഗ് ചാർജ് ഫസ്റ്റ് പെയ്ഡ് ബൈ ഹോൾഡർ ആൻഡ് ലേറ്റർ ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം അക്സെപ്റ്റർ. ആദ്യം ആരുടെ കയ്യിലാണോ ഉള്ളത് അദ്ദേഹമായിരിക്കും, ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളായിരിക്കും നോട്ടിംഗ് ചാർജ് പേ ചെയ്യുക, പിന്നെ അത് എന്ത് ചെയ്യും, അക്സെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കും. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. ഒന്ന്, ഡിമാൻഡ് ഓർ ടൈം ബിൽ. ദേ ആർ പേയബിൾ ഓൺ ഡിമാൻഡ്, ഡേയ്സ് ഓഫ് ഗ്രേസ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ. ഓക്കെ, ഡിമാൻഡ് ഓർ ടൈം ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡിനനുസരിച്ച് പേ ചെയ്യുക അല്ലേ. എപ്പോഴാണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ പേ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ കേസിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് വരില്ല, കാരണം അവർ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ കൊടുക്കണ്ടേ, അതുകൊണ്ട് പിന്നെ 3 ദിവസം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തല്ല, ഡേയ്സ് ഓഫ് ഗ്രേസ് നോട്ട് ആപ്ലിക്കബിൾ. ഇനി ടൈം ഓർ യൂഷൻസ് ബിൽ പേയബിൾസ് ഓൺ സ്പെസിഫൈഡ് ഡേറ്റ്, ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ഹിയർ. എന്താ പറയുന്നത്, ഒരു സ്പെസിഫൈഡ് ഡേറ്റിന് പേ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ടൈം ബില്ല് അല്ലെങ്കിൽ യൂഷൻസ് ബില്ല് എന്നൊക്കെ പറയാം. ഇനി ഡോക്യുമെൻ്ററി ബിൽ. ദിസ് ബിൽ സപ്പോർട്ടഡ് ബൈ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ. എന്തെങ്കിലും ഡോക്യുമെൻ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡോക്യുമെൻ്ററി ബിൽ എന്ന് പറയും. അടുത്തത് ക്ലീൻ ബിൽ. ദിസ് ബിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിന് എന്ത് പറയാം, ക്ലീൻ ബിൽ. ഇനി ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയാം, ഡോക്യുമെൻ്ററി ബിൽ. ഓക്കെ, അടുത്ത അക്കോമഡേഷൻ ഓർ കൈറ്റ് ഓർ വിൻഡ് ഓർ ഫിക്റ്റീഷ്യസ് ബിൽ ഓർ ക്രോസ് ഫയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോമഡേഷൻ ബിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ജെന്യുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ഒരു ജെന്യുവൻ ആയിട്ട് ട്രേഡ് നടക്കുന്നില്ല, വെറുതെ എഴുതി കൊടുക്കുകയാണ് ഒരാൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, അക്കോമഡേഷൻ ബില്ല് അല്ലെങ്കിൽ കൈറ്റ് ബില്ല് എന്നൊക്കെ പറയാം. ഇനി ഇൻലാൻഡ് ബില്ല്.
ദ പേയ്മെൻറ്റ് ഓഫ് ബിൽ മെയ്ഡ് ആപ്ലിക്കബിൾ വിത്തിൻ ഡൊമസ്റ്റിക് കൺട്രി. നമ്മുടെ കൺട്രിയിൽ തന്നെയാണ് ഈ പേയ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഇൻലാൻഡ് ബിൽ എന്ന് പറയും. ഫോറിൻ ബിൽ, ദ പേയ്മെൻറ്റ് ഓഫ് ബിൽ മെയ്ഡ് ആപ്ലിക്കബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്താണ് ഈ പേയ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ ഫോറിൻ ബിൽ എന്ന് പറയാം. ഇനി സപ്ലൈ ബിൽ, ബിൽ ഡ്രോൺ അപ്പോൺ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സപ്ലയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്. സപ്ലയേഴ്സിനും കോൺട്രാക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രോൺ ചെയ്യുന്ന ബില്ലാണ് സപ്ലൈ ബിൽ. ഇനി ഹുണ്ടീസ്, ബില്ല് ഡ്രോൺ ഇൻ ലോക്കൽ ലാംഗ്വേജസ് നോൺ ആസ് ഹുണ്ടീസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണിത്. നമ്മൾ ഓൾറെഡി ഹുണ്ടീസ് നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹുണ്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ലാംഗ്വേജിലാണ് ബില്ല് ഡ്രോൺ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഹുണ്ടീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഇന്നത്തെ ക്ലാസ്. നല്ലപോലെ കാണുക. അതുപോലെ തന്നെ പ്രോമിസറി നോട്ടിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ അത് കാണുക. ഇനി അടുത്തത് ചെക്കിൻ്റെ ക്ലാസ് ആണുള്ളത്, നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.